എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് ഭരിക്കാൻ വിടത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. BJP ഇന്ത്യയിലുള്ള ഒരു പാർട്ടിക്കും തൊട്ടുകൂടായ്മയായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു. അവർ പടിപ്പടിയായിട്ട് വളർന്ന് ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അവരെ അംഗീകരിക്കാനായിട്ട് കേരളത്തിലല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല. BJP എന്ത് ചെയ്താലും കുറ്റം, BJP തൊടുന്നതൊക്കെ കുറ്റം, ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പിന്തുടരുന്നത്. ന്യായമായ കാര്യങ്ങൾക്ക് സമരം നടത്തുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുക. ഇതല്ല, പാർലമെൻറ്റിനകത്താണെങ്കിലും പാർലമെൻറ്റിന് പുറത്താണെങ്കിലും ഇവരെ കൊണ്ട് ഭരിക്കാൻ വിടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊക്കെ സുപ്രീം കോടതി ചോദിച്ചത് താങ്കൾ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നാണ് ചോദിച്ചത്. അതായത് ചൈന ഇന്ത്യയുടെ എത്രയോ ഭൂവിഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്നും പറഞ്ഞൊരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലുള്ള കേസ്, അത് സൈന്യം കൊടുത്ത കേസാണ്, അല്ലാണ്ട് ഒരു വ്യക്തി കൊടുത്തോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായ ആളുകൾ കൊടുത്തോ അല്ല, ഒരു സൈന്യത്തിൻ്റെ ഒരു അധിപൻ കൊടുത്ത കേസാണ്. അപ്പോൾ അതിനകത്ത് സുപ്രീം കോടതി ചോദിക്കുന്നത്, ഇതിനകത്തേക്ക് തെളിവ് എവിടുന്ന് കിട്ടി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഈ വാവായ കോടതി കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് തെളിവ് വേണ്ടേ. അപ്പം നിങ്ങൾ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചത് സുപ്രീം കോടതിയാണ്. എന്നിട്ട് ഇതേ കണക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോരോ പ്രസ്താവനകളും. ഇത് പാതി ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പിൻവലിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു പ്രകൃതമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യത്തിലായാലും സുരേഷ് ഗോപി തൃശ്ശൂർ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ ജയിച്ചെന്ന് സമ്മതിക്കാനായിട്ട് ഇവർ തയ്യാറല്ല. 75,000 വോട്ടിലധികം ഭൂരിപക്ഷം മേടിച്ച് ജയിച്ച സുരേഷ് ഗോപിയെ അംഗീകരിക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് തെളിവ്? ഇവർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ CPM എന്ന് പറഞ്ഞ കള്ളവോട്ടിൻ്റെ അപ്പോസ്തലന്മാരാണ്. അവർ പോലും പറയുന്നത് ഇപ്പം സുരേഷ് ഗോപി അവരെ വെല്ലുന്ന കള്ളവോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള ഭരണവും സംവിധാനങ്ങളും ഒക്കെയാണ്. BJP എന്ന് പറയുന്ന കേരളത്തിൽ അധികാരത്തിൽ 5-7 അവർ 75,000 വോട്ട് കള്ളവോട്ട് ചെയ്താണ് ജയിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റും? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ജനത്തിനുള്ള ആപ്പാടി ഇവർ ചുരുങ്ങി വളരെ ചെറുതായി. ഇനി ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ. ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് വെറുതെ ഈ സമരത്തിന് വേണ്ടിയുള്ള സമരങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു കാർട്ടൂണാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അതായത് നമ്മുടെ രാമായണത്തിലെ ഒരു കഥയായിട്ട് ഒരു ലിങ്ക് ചെയ്താണ് ഇത് വരയ്ക്കുന്നത്. അതായത് നമുക്കറിയാം, ലങ്കയിലേക്ക് ഹനുമാൻ പോയി കഴിഞ്ഞപ്പം രാവണൻ്റെ ആൾക്കാർ ഹനുമാനെ പിടിച്ച് ഹനുമാനെ ശിക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ്റെ വാലിൽ തുണിയുറ്റി മണ്ണെണ്ണ ഒഴിച്ച്, അന്ന് മണ്ണെണ്ണയില്ല, എന്തെങ്കിലും എണ്ണ, വാലിൽ തുണിയുറ്റി എണ്ണ ഒഴിച്ച് കത്തിച്ച ഒരു കഥയുണ്ട്. എന്നിട്ട് ഹനുമാനെ ശിക്ഷിക്കാനായിട്ട് ഈ രാവണ പ്രഭൃതികൾ നടത്തിയ ഈ വേല അവർക്ക് തന്നെ വിനയായിട്ട് ഭവിച്ചു. അതായത് ഈ ഹനുമാൻ ചെന്ന് ഈ ലങ്കാനഗരം ആകെ അഗ്നിക്കിരയാക്കിയ ഒരു കഥയുണ്ട്. അതുപോലെ ഈ ഇന്ത്യ സഖ്യം ഒന്നാകെ രാഹുൽ ഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പം ഈ മോഡിയുടെ വാലിൽ തുണിയുറ്റി തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താവുമെന്ന് നമുക്കറിയാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. മോദിയുടെ വാലിൽ ഇവർ തുണിയുറ്റി എണ്ണ ഒഴിച്ച് തീ പിടിപ്പിക്കാൻ നോക്കുക. ഇന്ത്യ സഖ്യം മുഴുവനുണ്ട്. നമ്മൾ ഈ ഗാന്ധി കുടുംബത്തിനെ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടൊരു സുസ്മേര മുഖനായിട്ട് നമ്മുടെ മോഡി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരയിലോട്ട് കിടക്കാം.
മോഡി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മോഡി യുടെ കാലത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം പോലും ഞങ്ങൾക്ക് വേണ്ടാന്നാണ് ഇപ്പോൾ മറ്റേ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആലോചന. ഇന്നിപ്പം മറ്റേ മോഡി ചെങ്കോട്ടയിൽ പതാക ഉയർത്തപ്പോഴും മറ്റേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം നൽകിയപ്പോഴൊന്നും പ്രതിപക്ഷ നേതാവിനെ അവിടെ അങ്ങും കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവും ഇല്ല, കോൺഗ്രസ്സിലെ ഉയർന്ന നേതാക്കന്മാരാരുമില്ല. അപ്പോൾ അതാണ് ഇവരുടെ ഈ രാജ്യസ്നേഹത്തിനോട് ആൾക്കാർക്ക് മടുപ്പ് തോന്നുന്നത്. പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് അവരുടെ പ്രതിപക്ഷത്തുള്ള ആ ഒരു ചുമതല ചെയ്യുന്നതല്ലാണ്ട് വെറുതെ വാശി തീർക്കുക അല്ലെങ്കിൽ വൈരാഗ്യം കാണിക്കുക എന്നുള്ള ഒരു പരിപാടിയായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുകയാണ്. ഈ മറ്റേ കുട്ടികൾ കളിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഭരണഭാരം ഏൽപ്പിച്ചാൽ ഈ ഇന്ത്യയുടെ ഗതി എന്തായിരിക്കുമെന്ന് സാധാരണ ജനങ്ങൾ ആലോചിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവരുടെ കൂട്ടത്തിൽ നല്ല നേതാക്കന്മാർ ആരാ ഉള്ളത്? ഈ മറ്റേ ഒരു തരം കിട്ടിയാൽ BJPയിലോട്ട് പോകാനായിട്ട് നോമ്പ് നോറ്റിരിക്കുന്ന കുറേ നേതാക്കന്മാരാണ് ഇവരുടെ കൂടെ ഉള്ളത്. അവർക്ക് സ്വന്തമായിട്ട് എന്താ ഉണ്ടാക്കാമെന്നുള്ള ചിന്താഗതിയാണ് അവരെ ഭരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഓടി നടന്ന് ഇപ്പോൾ ഭരണം പിടിച്ചാലും ഈ എത്ര നാളത് തുടരുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. തുടരത്തില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഭൈമിക കാമുകരാണ് അതിനകത്ത് മുഴുവനും. രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നവർ എത്ര പേര് മറ്റേ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ട്, പിന്നെ ബാക്കി ഘടകകക്ഷികളുടെ കാര്യം പറയണം. അങ്ങനെ ഒരു അസ്ഥിരമായൊരു ഭരണത്തിന് മാത്രമേ ഇവരുടെ ഈ പേക്കൂത്ത് കൊണ്ടൊരു ഇതുകൊണ്ടായുള്ളൂ. ഇന്ന് ഒരു പഴമയില്ലേ, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല പട്ടി തിന്നത്തുമില്ല എന്നൊരു പഴമയുണ്ട് എന്ന് പറഞ്ഞ കണക്കാണ്. ഇവർക്കൊട്ട് ഭരിക്കാൻ കഴിവുമില്ല, മോഡിയെ കൊണ്ട് ഇവർ ഭരിപ്പിക്കത്തുമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജനങ്ങളുടെ കണ്ണിൽ ഇവരുടെ സ്ഥാനം ഒന്നിനൊന്നിന് പിറകോട്ട് പോകത്തേ ഉള്ളൂ. ഇവർക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ഇനി ഇവരുടെ ഈ ഒരു വ്യാമോഹം കുഴിച്ചു മൂടുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.